നമ്മൾ വിക്ടേഴ്സിന്റെ 8ാമത്തെ ക്ലാസ് ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എറേഴ്സിനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. എന്താണ് എറർ, എന്തൊക്കെ തരത്തിലുള്ള എററുകളുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി ഒന്നിൽ കൂടുതൽ എറർ വന്നാൽ അത് ഉത്തരത്തിനെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ള ചില റൂളുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോമ്പിനേഷൻ ഓഫ് എറേഴ്സ്, ഒന്നിൽ കൂടുതൽ എററുകൾ ഉണ്ടെന്ന് വിചാരിക്കും. അതായത് ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റികളെ സഹായത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഡെൻസിറ്റി, മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അപ്പോൾ മാസിൽ എറർ ഉണ്ടാകാം, വോളിയത്തിൽ എറർ ഉണ്ടാകാം. ഈ രണ്ട് എററുകളും കൂടി എങ്ങനെയാണ് ചേർക്കേണ്ടത്, എങ്ങനെയാണ് അപ്പോൾ ഡെൻസിറ്റിയിലുള്ള എറർ മെഷർ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിന് ചില റൂളുകൾ, നമ്മൾ ജനറൽ ആയിട്ടുള്ള ചില റൂളുകൾ നമ്മൾ ഉപയോഗിക്കും. റൂളുകൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ തോന്നുമെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്നാമത്തത് എറർ ഓഫ് എ സം ഓർ എ ഡിഫറൻസ്. നമ്മൾ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഒന്നിലധികം ക്വാണ്ടിറ്റികളുടെ സമ്മ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിലധികം ക്വാണ്ടിറ്റികളുടെ ഡിഫറൻസ് വരികയാണെങ്കിൽ എങ്ങനെയാണ് അത് ഫൈനൽ ക്വാണ്ടിറ്റിയുടെ എററുമായി ബന്ധപ്പെടുത്തേണ്ടത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. എയും ബിയും രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ന് വിചാരിക്കൂ. എയിലുള്ള എറർ ഡെൽറ്റ എയും ബിയിലുള്ള എറർ ഡെൽറ്റ ബിയും ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, എററിൽ കൂടുതലുണ്ടാവാം. മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ചിലപ്പോൾ കൂടുതലാകാം, ചിലപ്പോൾ കുറവും ആകാം. അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് എന്നിട്ടത്. എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ, ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കിട്ടുന്ന ഉത്തരം ഡെൽറ്റ സെഡ് ആണ് ഉത്തരത്തിലുള്ള എറർ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കാണാൻ പോകുന്നത് സെഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന രീതിയിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആദ്യം സെഡിനെ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് എന്ന് എഴുതും. എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് എഴുതും. ബിക്ക് പകരം ഡി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതും. സോ we have by addition z plus or minus delta z is equal to a plus or minus delta a plus സം ആണല്ലോ, അതുകൊണ്ടാണ് പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. എന്നിട്ട് അതിനെ ആഡ് ചെയ്യാം. എ പ്ലസ് ബി ആണ് ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേം എന്താണ്? എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇത് പ്ലസ് അല്ലേ, അപ്പൊ നീട്ടി വലിച്ചങ്ങോട്ട് എഴുതിയാൽ മതി. എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് പറഞ്ഞാൽ എറർ ഇല്ലാത്ത ടേമുകളെ ഒരുമിച്ച് എഴുതി ആദ്യം, പിന്നെ എറർ ഉള്ള ടേമുകളെ ഒരുമിച്ച് എഴുതി. ഇനി ആ എറർ ടേം മാത്രം എടുക്കുകയാണ്. ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു, സെഡ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണല്ലോ, അപ്പോൾ അത് രണ്ട് ഭാഗത്ത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. ഇനി ഇതിലെ മാക്സിമം പോസിബിൾ എറർ എന്തായിരിക്കും? ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി ആണ്. ഇതിലെ മാക്സിമം ഉണ്ടാവാൻ സാധ്യതയുള്ള എററിന്റെ മാക്സിമം എററാണ് നമ്മൾ എപ്പോഴും പറയുക. ഇനി ഡിഫറൻസ് ആണ് എടുക്കുന്നത്. സെഡ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ്, ഞാൻ പറഞ്ഞല്ലോ സെഡിന് പകരം സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് എന്ന് എഴുതുക. എക്ക് പകരം എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ എന്ന് എഴുതുക. ബിക്ക് പകരം ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി എന്ന് എഴുതുക. മൈനസ് അങ്ങനെ തന്നെ മൈനസ് ആയിട്ട് വെക്കണം കേട്ടോ. അതിലൊന്ന് നീട്ടി വലിച്ച് എഴുതുക. അപ്പൊ ഇതിനൊന്ന് എഴുതി എങ്ങനെ ഉണ്ടാവും? എ മൈനസ് ബി ഉണ്ടാവും ഒരു ടേം അല്ലേ. ഇത് ഇത്രയേ ഉള്ളൂ, എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പോൾ എറർ ഇല്ലാത്ത ടേമുകളെ ഒരുമിച്ച് എഴുതി. എ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ആരൊക്കെ ഉണ്ടാവും? ഡെൽറ്റ എ ഉണ്ടാവും, പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ഉണ്ടാവും. ഇനി അതിലെ എറർ പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിലോ, അതായത് സെഡ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി, രണ്ട് ഭാഗത്തുള്ളത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അതിലും മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് എറർ, നമ്മൾ എപ്പോഴും ഒരു ക്വാണ്ടിറ്റിയുടെ എറർ മെഷർ ചെയ്യുമ്പോൾ മാക്സിമം എറർ വരാൻ സാധ്യതയുള്ള മാക്സിമം എറർ ആണ് നമ്മൾ പറയുക. അതാണ് മാക്സിമം വാല്യൂ ഓഫ് എറർ ഈസ് അഗെയിൻ ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു, നമ്മളെ മൈനസ് ഒക്കെ ഒഴിവാക്കി, ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്ന് പറയും. അപ്പൊ സം ആണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും എറർ കാണുമ്പോൾ എന്താണ്? പ്ലസ് ആണ് വരിക. അതാണ് ഈ റൂള് 1. വെൻ ടു ക്വാണ്ടിറ്റീസ് ആർ ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ്, ആബ്സല്യൂട്ട് എറർ ഇൻ ദ ഫൈനൽ റിസൾട്ട് ഈസ് ദി സം ഓഫ് ആബ്സല്യൂട്ട് എറർ ഇൻ ദി ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ്. അതെങ്ങനെയാണ് കിട്ടിയത് എന്നാണ് ഇപ്പൊ നമ്മൾ നേരത്തെ നീട്ടി വലിച്ച് എഴുതി കണ്ടത്. അപ്പൊ ഫൈനൽ റിസൾട്ടിൽ
നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റിയിൽ ഒന്നിലധികം ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്തതെങ്കിൽ നമ്മൾ മെഷർ ചെയ്ത് കിട്ടുന്ന ഫൈനൽ ക്വാണ്ടിറ്റിയുടെ എറർ, മാക്സിമം പോസിബിൾ എറർ എങ്ങനെയാ കാണുക? സം ഓഫ് ആബ്സല്യൂട്ട് എറർ ഇൻ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. 2 resistors of resistance R1 equal to 8 plus or minus 0.4 ohm, R2 equal to 6 plus or minus 0.3 ohm. Ohm ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഡിറ്റർമിൻ ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവും, ഒന്നിലധികം റെസിസ്റ്റൻസുകൾ ഉണ്ടെങ്കിൽ 2 തരത്തിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് കണക്ഷനാണ്, ഒന്ന് പാരലൽ കണക്ഷനാണ്. സീരീസ് കണക്ഷനിൽ അവർ തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/R is equal to 1/R1 plus 1/R2. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സീരീസ് കണക്ഷൻ വളരെ എളുപ്പമാണ്. ഒന്നിലധികം റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടാൻ അവയെല്ലാം കൂടി ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. ആദ്യം തന്നതൊക്കെ എഴുതി. R1 equal to 8 plus or minus 0.4 ohm, R2 equal to 6 plus or minus 0.3 ohm. R1 is equal to R1 plus or minus delta R1. അതാണ് ഈ തന്നിട്ടുള്ളത്. R1 plus or minus delta R1. R2 plus or minus delta R2. Connected in series, effective resistance is given by R plus or minus delta R. അത് ആഡ് ചെയ്തതാണ് എഴുതിയിരിക്കുന്നത്. R is equal to R1 plus R2 എന്നതാണ് എഴുതേണ്ടത്. Rന് പകരം എന്ത് എഴുതണം? R plus or minus delta R. R1ന് പകരോ R1 plus or minus delta R1 plus R2ന് പകരം R2 plus or minus delta R2. അപ്പോൾ നീട്ടി വലിച്ച് എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും? R1 എറർ ഇല്ലാത്തതിന് ഒരുമിച്ച് എഴുതുക. R1 plus R2 plus or minus delta R1 plus or minus delta R2. ഈ R1 plus R2 എന്താണ്? ഇതിലെ R1 ഉള്ള പാർട്ട് ഏതാണ്? ഇതാ 8 plus 6 എത്ര കിട്ടുക? 14 ohm. ഇനി എറർ ഇൻ മെഷർമെന്റ് ഡെൽറ്റ ആർ. മാക്സിമം പോസിബിൾ എറർ എങ്ങനെ കാണുക? ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ R1 പ്ലസ് ഡെൽറ്റ R2 ചെയ്യണ്ടു. ഡെൽറ്റ R1 എത്രയാ? 0.4. ഡെൽറ്റ R2 എത്രയാ? 0.3. രണ്ടും കൂടി ആഡ് ചെയ്താൽ 0.7 ohm കിട്ടും. Therefore, in measurement of effective resistance എങ്ങനെയാണ് ഫൈനൽ effective resistance എങ്ങനെയാണ് കിട്ടുക? 14 plus or minus 0.7 ohm. അടുത്ത പ്രോബ്ലം. Temperature of two bodies measured by a thermometer are T1 equal to 50 plus or minus 0.5 degrees Celsius and T2 is equal to 20 plus or minus 0.5 degrees Celsius. Calculate the temperature difference and error therein. ഈ പ്രോബ്ലങ്ങളൊക്കെ മുൻപുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ T1 എത്രയാണ്? 50 plus or minus 0.5 degree Celsius. T2 20 plus or minus 0.5 degree Celsius. ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് ചോദിച്ചത്. അപ്പൊ T1 മൈനസ് T2 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? T plus or minus delta T ഇഫക്റ്റീവ്, അതായത് ഫൈനൽ ആയിട്ട് കിട്ടുന്ന ടെമ്പറേച്ചർ ആണ്. ഈ T plus or minus delta T is equal to T1 plus or minus delta T1. ഡിഫറൻസ് അല്ലേ ചോദിച്ചത്. അപ്പൊ T1 മൈനസ് T2 ആണ് ചെയ്യേണ്ടത്. T1ന്റെ സ്ഥലത്ത് T1 plus or minus delta T1 മൈനസ് T2ന്റെ സ്ഥലത്ത് എന്താ എഴുതണം? T2 plus or minus delta T2. അതായത് T1 മൈനസ് T2 plus or minus delta T1 plus or minus delta T2. T1 മൈനസ് T2 എന്താ കിട്ടുക? 50 മൈനസ് 20 30 ഡിഗ്രി സെൽഷ്യസ്. മാക്സിമം പോസിബിൾ എറർ ഡെൽറ്റ ടി എങ്ങനെ കിട്ടുക? വീണ്ടും ഡിഫറൻസ് ആണെങ്കിലും എററിനെ എന്ത് ചെയ്യണം? സം ചെയ്യണം. ഡെൽറ്റ T1 പ്ലസ് ഡെൽറ്റ T2. അപ്പോൾ 0.5 പ്ലസ് 0.5 എത്രയാണ്? 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണ് എഴുതുക? T പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ T ഈസ് ഈക്വൽ ടു 30 പ്ലസ് ഓർ മൈനസ് 1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ സമ്മും ഡിഫറൻസും കഴിഞ്ഞു. സം ആണെങ്കിലും ഡിഫറൻസ് ആണെങ്കിലും എറർ കാണുമ്പോൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി പ്രൊഡക്റ്റോ കോഷ്യന്റോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ആണ് വരുന്നത്. എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. കാണാൻ പോകുന്ന ക്വാണ്ടിറ്റി Z ആണെന്ന് വിചാരിക്കൂ. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എയും ബിയും ആണെന്ന് വിചാരിക്കൂ. Z is equal to AB. ഫോഴ്സ് is equal to mass into acceleration. അതുപോലെയുള്ള ഒരു ഇക്വേഷൻ ആണിത്. Z is equal to AB. മെഷേർഡ് വാല്യൂസ് ഓഫ് A എന്താണ്? A plus or minus delta A. B
ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. അപ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ സെറ്റ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെറ്റ് ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യണം. എക്ക് പകരം എന്താ എഴുതണം? സെഡ് ഈസ് ഈക്വൽ ടു എ ബി എന്ന ഇക്വേഷനെ സെഡിന് പകരം എന്ത് എഴുതണം? സെറ്റ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെറ്റ്. എക്ക് പകരം എന്ത് എഴുതണം? എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബിക്ക് പകരം എന്ത് എഴുതണം? ബി പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി. നീ എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നീട്ടി നിവർത്തി എഴുതുക? ആദ്യത്തെ ടേം എന്തായിരിക്കും? എ ബി. നടുവില് പ്ലസ് ഓർ മൈനസ്, ഈ പ്ലസ് ഓർ മൈനസ്. അടുത്ത ടേം എന്താ? എ ഡെൽറ്റ ബി. കണ്ടോ? പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി. അടുത്ത ടേം എന്താ? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ബി. അതാണിത്, ബി ഡെൽറ്റ എ. അടുത്ത ടേം എന്താ? പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ ബി. ഈ ടേം വളരെ ചെറുതാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഓൾമോസ്റ്റ് ഈക്വൽ ടു 0 എന്നുള്ള കൺസിഡറേഷനിൽ നമ്മൾ അതിനെ ഒഴിവാക്കും. ബാക്കി ആരൊക്കെ ഉണ്ടാവും? എ ബി പ്ലസ് ഓർ മൈനസ് ബി ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി. അപ്പൊ എ ബിക്ക് പകരം നമ്മൾ എന്ത് എഴുതി? സെഡ് എന്ന് എഴുതി. വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയില്ല. ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു, അപ്പൊ സെഡ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പൊ അത് രണ്ടും പോയി. ഡെൽറ്റ സെഡ് ഈസ് ഈക്വൽ ടു ബി ഡെൽറ്റ എ പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി. ഇനി നമ്മൾ എന്ത് ചെയ്യും വെച്ചാല്, ഇത് ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒരു ഇക്വേഷനെ അല്ലെങ്കിൽ ഒരു ഫൈനൽ ഫോമിനെ ഓർക്കാൻ എളുപ്പമുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? LHSനെയും RHSനെയും Z കൊണ്ട് ഡിവൈഡ് ചെയ്യും. Z ഈക്വൽ ടു എ ബി എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് ഭാഗത്തിനും ഡിവൈഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാലോ. അപ്പൊ LHSൽ സെഡിന്റെ ടേംസിലായതുകൊണ്ട് അവിടെ Z കൊണ്ട് ഡിവൈഡ് ചെയ്യാം. RHSൽ എയുടെയും ബിയുടെയും ടേംസിലായതുകൊണ്ട് അവിടെ എ ബി എന്ന ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡെൽറ്റ സെഡ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ സെഡ് ബൈ സെറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി ഡെൽറ്റ എ ബൈ സെഡിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സെഡിന് പകരം എന്ത് എഴുതിയാൽ മതി? എ ബി പ്ലസ് ഓർ മൈനസ് എ ഡെൽറ്റ ബി ബൈ എ ബി. കോമൺ ടേംസ് കുറച്ചൊക്കെ ക്യാൻസൽ ചെയ്ത് പോകണത് കാണാം. അപ്പൊ ഫൈനലായിട്ട് ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള ഒരു ഇക്വേഷൻ കിട്ടും. എന്താണത്? ഡെൽറ്റ സെഡ് ബൈ സെറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എ ബൈ എ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ബി ബൈ ബി. മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ എന്നാണ് പറയുക, അല്ലെ? ഇത് റിലേറ്റീവ് ആണ്, കാരണം എറർ ബൈ ഒറിജിനൽ ആണ്. അപ്പൊ റിലേറ്റീവ് എറർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഇൻ സെഡ് ഈസ് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈസ് ഈക്വൽ ടു മാക്സിമം ആണല്ലോ, അപ്പൊ പ്ലസ് മാത്രം എടുത്താൽ മതി. ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതേ റിലേഷൻ ആണ് ഏതിനും വരിക? ഡിവിഷനും വരിക. മാക്സിമം പോസിബിൾ നേരത്തെ നമ്മൾ കണ്ടില്ലേ, സമ്മിനും ഡിഫറൻസിനും ഡെൽറ്റ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ പ്ലസ് ഡെൽറ്റ ബി എന്നാണ് വന്നത്. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഡെൽറ്റ സെഡ് ബൈ സെഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി എന്നാണ് ചെയ്യേണ്ടത്. വെൻ ടു ക്വാണ്ടിറ്റീസ്, അതാണ് ഇപ്പൊ രണ്ടാമത്തെ. ആദ്യത്തത് സം ഓർ ഡിഫറൻസിന്റെ റൂൾ ആയിരുന്നു, രണ്ടാമത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷന്റെ റൂളാണ്. When two quantities are multiplied or divided, relative error ആണല്ലോ, ഡെൽറ്റ സെഡ് ബൈ സെഡ് അല്ല, അതാണ് റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത്. ഈസ് ദി സം ഓഫ് റിലേറ്റീവ് എറർ ഇൻ ദി മൾട്ടിപ്ലയേഴ്സ്, അല്ലെങ്കിൽ ഈസ് ദി സം ഓഫ് റിലേറ്റീവ് എറർ ഓഫ് ദി ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസ് എന്ന് എഴുതിയാൽ മതി. നോക്കാം. Percentage error in the measurement of length and breadth of a rectangle are 4% and 1.5% respectively. Find the percentage error in the measurement of area of rectangle. Area of rectangle എങ്ങനെയാ കാണുക? A is equal to length into breadth. Maximum possible relative error എങ്ങനെയാ കാണുക? Delta A by A is equal to Delta L by L plus Delta B by B. പെർസെൻറ്റേജ് എറർ ആയതുകൊണ്ട് എല്ലാ ടേമിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ മെഷർമെന്റ് ഈസ് ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100% ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100% പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100%. ഏതൊക്കെ തന്നിട്ടുണ്ട്? പെർസെൻറ്റേജ് എറർ ഇൻ മെഷർമെന്റ് ഓഫ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റ എൽ ബൈ എൽ എൽ ഇൻറ്റു 100 ആണ് എന്ത് തന്നത്? 4% എന്ന് തന്നത്. ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 ആണ് എന്ത് തന്നത്? 1.5% തന്നത്. അപ്പൊ പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ എങ്ങനെയാണ് കിട്ടുക? ഇതിൽ വെച്ച് ആഡ് ചെയ്യുക. ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു, ആ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 പ്ലസ് 1.5 എത്രയാണ്?
5.5%. അടുത്ത പ്രോബ്ലം. റെസിസ്റ്റൻസ് R equal to V by I, where V is equal to 100 plus or minus 5 volt. ഇത് വോൾട്ട് ആണ്, ഇത് യൂണിറ്റ് ആണ്. ആൻഡ് I is equal to 10 plus or minus 0.2 ampere. Find the percentage error in R. ഇത് നമ്മൾ ഓംസ് ലോ കണ്ടിട്ടുണ്ട് ഹൈസ്കൂൾ ക്ലാസ്സിൽ. B is equal to IR or resistance R is equal to voltage by current. എന്താ തന്നിട്ടുള്ളത്? V plus or minus delta V ആണ് എന്ത് തന്നത്? 100 plus or minus 5 volt തന്നത്. I plus or minus delta I ആണ് 10 plus or minus 0.2 ampere എന്ന് തന്നിട്ടുള്ളത്. മാക്സിമം R is equal to V by I തന്നിട്ടുണ്ട്. മാക്സിമം പോസിബിൾ റിലേറ്റീവ് എറർ എങ്ങനെയാ കാണുക? ഡെൽറ്റ R by R is equal to ഡെൽറ്റ V by V. ഡിവിഷൻ ആണെങ്കിലും എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. പ്ലസ് ഡെൽറ്റ I by I. പെർസെൻറ്റേജ് എറർ ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ടേമിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡെൽറ്റ അപ്പൊ എന്താ കിട്ടുക? ഡെൽറ്റ V by V ഇൻറ്റു 100. ഇങ്ങനെയാ ഡെൽറ്റ V by V. ഇതാ ഡെൽറ്റ V എത്രയാ? 5 by V എത്രയാ? 100. അപ്പൊ 5 by 100 ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ I by I എത്രയാ? 0.2 by 10 ഇൻറ്റു 100. അപ്പൊ എന്താ ഉത്തരം കിട്ടുക? 7%. അതാണ് പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ് R. ഇനി മൂന്നാമത്തെ റൂള്. അപ്പൊ സമ്മും ഡിഫറൻസിന്റെ ഒന്നാമത്തെ റൂള്, പ്രോഡക്റ്റ് ആൻഡ് കോഷ്യന്റിന്റെ രണ്ടാമത്തെ റൂള്. മൂന്നാമത്തത് ഒരു ക്വാണ്ടിറ്റി റേസ്ഡ് ടു എ പവർ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാണും? ഇപ്പൊ കൈനറ്റിക് എനർജി ½mv². കൈനറ്റിക് എനർജി കാണണമെങ്കിൽ വെലോസിറ്റിയുടെ സ്ക്വയർ ടേം ആവശ്യമായിട്ട് വരും. അങ്ങനെ റേസ് ടു എ പവർ ഉള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിലെ എറർ എങ്ങനെയാണ് കാണുക? സപ്പോസ് z is equal to a raised to n. ആ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? z is equal to a into a into a into എത്ര? n ടേംസ് അല്ലെ? a സ്ക്വയർ ആണെങ്കിൽ a into a ക്യൂബ് ആണെങ്കിൽ a into a into a raised to 4 ആണെങ്കിൽ a into a into a into a 4 പ്രാവശ്യം. അപ്പൊ a raised to n ആണെങ്കിലോ a into a into എത്ര പ്രാവശ്യം ഉണ്ടാവും? n പ്രാവശ്യം, n ടേംസ് ഉണ്ടാവും. റിലേറ്റീവ് എറർ എങ്ങനെയാ കാണുക? ഡെൽറ്റ z by z is equal to ഡെൽറ്റ a by a പ്ലസ് ഡെൽറ്റ a by a പ്ലസ് ഡെൽറ്റ a by a പ്ലസ് അങ്ങനെ പോകും. എത്ര എണ്ണം ഉണ്ടാവും? n ടേംസ് ഉണ്ടാകും. അപ്പോൾ റിലേറ്റീവ് എറർ കാണാൻ എങ്ങനെയാണ്? ഡെൽറ്റ z by z is equal to അങ്ങനെ പ്ലസ് 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 ഇടുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? n ടൈംസ് ഡെൽറ്റ a by a ചെയ്താൽ മതി. അതാണ് മൂന്നാമത്തെ റൂള്. ഫിസിക്കൽ ക്വാണ്ടിറ്റി relative error in a physical quantity raised to a power n is n times the relative error of individual quantity. n times the relative error in the individual quantity. നോക്കാം. Percentage error in the measurement of radius of a sphere is 2%. Calculate the percentage error in the measure of surface area and volume of the sphere. എന്താ തന്നിട്ടുള്ളത്? റേഡിയസിലെ പെർസെൻറ്റേജ് എററാ തന്നിട്ടുള്ളത്. അപ്പൊ ഡെൽറ്റ R by R ഇൻറ്റു 100 ആണ് എന്ത് തന്നിട്ടുള്ളത്? 2% തന്നിട്ടുള്ളത്. സർഫസ് ഏരിയയിലുള്ള എററും കാണണം, വോളിയത്തിലുള്ള എററും കാണണം. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? 4πr². സ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ 4πr² ആണ്. പെർസെൻറ്റേജ് എറർ ഇൻ എസ് എങ്ങനെ കാണാം? ഡെൽറ്റ S by S ഇൻറ്റു 100. പെർസെൻറ്റേജ് എറർ ആണ്, റിലേറ്റീവ് മാത്രമല്ല. is equal to കോൺസ്റ്റന്റിന് എറർ ഉണ്ടാവില്ല, അതുകൊണ്ട് ആ ടേമിനെ കൺസിഡറേ ചെയ്യണ്ട. 2 into ഡെൽറ്റ R by R into 100. അത് ഓർത്ത് വെക്കണം. കോൺസ്റ്റന്റിന് എറർ ഉണ്ടാവില്ല, ആ ടേമിനെ കൺസിഡർ ചെയ്യണ്ട. ഉത്തരത്തിന്റെ കൂടെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യരുത്. 2 into ഡെൽറ്റ R by R into 100% is equal to 2 into എത്ര തന്നിട്ടുള്ളത്? റേഡിയസിലെ പെർസെൻറ്റേജ് എറർ 2 ആണ്. 2 into 2 4%. അടുത്തത് വോളിയത്തിലുള്ള പെർസെൻറ്റേജ് എറർ ആണ്. എന്താണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ? വോളിയം ഓഫ് എ സ്ഫിയർ is given by V is equal to 4/3πr³. പെർസെൻറ്റേജ് എറർ ഇൻ V ഡെൽറ്റ V by V into 100 is equal to 4/3π ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ കൺസിഡറേ ചെയ്യണ്ട. ബാക്കിയോ 3 into ഡെൽറ്റ R by R into 100. 3 into ഡെൽറ്റ R by R into 100 എത്ര തന്നിട്ടുള്ളത്? 2. 3 into 2 is equal to 6%.
A physical quantity P is related to 4 observables A, B, C and D as ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യം കേട്ടോ. P is equal to A cube B square by root C. Cക്ക് മാത്രമേ ഉള്ളൂ root into D. Percentage error in measurement of A, B, C and D are 1%, 3%, 4% and 2% respectively. What is the percentage error in the quantity P? P measure ചെയ്യാനുള്ള ഇക്വേഷൻ ആണിത്. ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് എറർ തന്നിട്ടുണ്ട്. പിയിൽ എത്ര പെർസെൻറ്റേജ് എറർ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യ ഇക്വേഷൻ എഴുതുക. പി ഇസ് ഈക്വൽ ടു എ ക്യൂബ് ബി സ്ക്വയർ ബൈ റൂട്ട് സി ഇൻറ്റു ഡി. ദെർഫോർ പെർസെൻറ്റേജ് എറർ ഇൻ ബി. പി എങ്ങനെയാണ് കാണുക? ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ആദ്യത്തെ ആള് 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100. വീണ്ടും ഡിവിഷൻ ആണെങ്കിലും പ്ലസ് തന്നെ ചെയ്യണം. പ്ലസ് റൂട്ടിന് പകരം എന്ത് എഴുതണം? 1/2 ഇൻറ്റു ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ് ടേംസ് ഒന്നുമില്ല. അപ്പോൾ ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഡെൽറ്റ എ റിലേറ്റീവ് എറർ ഇൻ എ എത്രയാണ്? 1 ആണ്. ഇൻ ബി എത്രയാണ്? 3 ആണ്. ഇൻ സി എത്രയാണ്? 4 ആണ്. ഇൻ ഡി എത്രയാണ്? 2 ആണ്. So delta P by P into 100 is equal to 3 into 1 plus 2 into 3 plus half into 4 plus 2. എല്ലാം കൂടെ ചെയ്താൽ 13% എന്ന് കിട്ടും. Period of oscillation of a simple pendulum is T is equal to 2 pi into root of L by G. Measured value of L is 20 centimeter. Known to 1 millimeter accuracy, and time for 100 oscillation of pendulum is found to be 90 seconds using a wristwatch of 1 second resolution. What is the accuracy in the determination of G? G ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം ജിയുടെ ടേംസിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ ഒരു റൂട്ട് ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കാൻ ടി സ്ക്വയർ രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യാം. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ ടേം എന്താകും? സ്ക്വയർ ചെയ്യുമ്പോൾ 4 പൈ സ്ക്വയർ ഇൻറ്റു എൽ ബൈ ജി ഓർ ജി ഇസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ എൽ ബൈ ടി സ്ക്വയർ എന്നായിട്ട് മാറും. അടുത്ത ടേം അവിടെ നിൽക്കട്ടെ കേട്ടോ. ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാം. ഈ ടേമിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യാം. എന്താണ് പറഞ്ഞത്? ആക്യുറസി ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ജി ആണ് ചോദിച്ചത്. പെർസെൻറ്റേജ് ഒന്നും ചോദിച്ചില്ല, റിലേറ്റീവ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഡെൽറ്റ ജി ബൈ ജി ഈസ് ഈക്വൽ ടു 4 പൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, കൺസിഡർ ചെയ്യണ്ട. എൽ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. ബൈ എന്നുള്ളത് എന്താവും? പ്ലസ് ആവും. ടി സ്ക്വയർ ആയതുകൊണ്ട് അതിൽ റിലേറ്റീവ് എങ്ങനെ കിട്ടുക? 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി. കണ്ടോ? ആ ഇക്വേഷൻ ആണിത്. ഡെൽറ്റ ജി ബൈ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി. ഇനി ഡെൽറ്റ എൽ എങ്ങനെയാ കിട്ടുക? ഡെൽറ്റ എൽ ബൈ എൽ എങ്ങനെയാ കിട്ടുക? 20 സെന്റിമീറ്റർ മെഷർ ചെയ്യുമ്പോൾ 1 മില്ലിമീറ്റർ ആക്യുറസി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഡെൽറ്റ എൽ എത്രയാണ്? 1 മില്ലിമീറ്റർ ആണ്. എൽ എത്രയാണ്? 20 ആണ്. 1 മില്ലിമീറ്റർ 20 സെന്റിമീറ്റർ ആണ്. ആ 1 മില്ലിമീറ്ററിനെ എന്താക്കി? സെന്റിമീറ്റർ ആക്കി. അതുകൊണ്ടാണ് അത് എന്തായത്? 0.1 ബൈ 20 പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി. കണ്ടോ എന്താണ്? ഡെൽറ്റ ടി 90 സെക്കൻഡ്സ് മെഷർ ചെയ്യുമ്പോഴാണ് 1 സെക്കൻഡ് റെസൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ 1 ബൈ 90. എന്താ ഉത്തരം കിട്ടുക? 0.032. പെർസെൻറ്റേജ് എറർ കാണുമ്പോൾ അതിനും ആ ഫൈനൽ ആൻസറിനെ ഒരു ഇൻറ്റു 100 ചെയ്താൽ മതി. എത്രയാണ്? 3%. ഇത് ഈ സെന്റൻസ് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ 100 ഓസിലേഷൻ എന്നാണ് തന്നിട്ടുള്ളത്. 1 ഓസിലേഷൻ അല്ല തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ടൈം പീരിയഡ് ഇങ്ങനെ എഴുതിയത്. ടൈം പീരിയഡ് ടി ഈസ് ഈക്വൽ ടു ടോട്ടൽ ടൈം ടേക്കൺ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓസിലേഷൻ എന്നുള്ള ഇക്വേഷൻ എഴുതിയതാണിത്. ഈ ഒരു ഇക്വേഷന്റെ ആവശ്യത്തിൽ വരുന്നില്ല. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആക്കാണ്ട് ഡയറക്റ്റ് മറ്റേ ഇക്വേഷൻ തന്നെ എഴുതിയാൽ മതി. ഇതുവരെ ചെയ്തിരുന്ന പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. Assignment: what is the maximum percentage error in the measurement of kinetic energy if percentage error in mass and speed are 2% and 3%? എങ്ങനെയാ kinetic energy കാണുക? ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഡെൽറ്റ ഇ ബൈ ഇ അല്ലെങ്കിൽ ഇ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. റിലേറ്റീവ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ
ഡെൽറ്റ ഇ ബൈ ഇ ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു ഹാഫ് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിനെ കൺസിഡർ ചെയ്യണ്ട. ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 പ്ലസ് വി സ്ക്വയർ ആണ് അല്ലേ. അപ്പൊ 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100. എന്നിട്ട് ഡെൽറ്റ എം ബൈ എമ്മിന് എന്താ എഴുതി കൊടുക്കുക? 2 പ്ലസ് 2 ഇൻറ്റു 3. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പെർസെൻറ്റേജ് എറർ ഇൻ കൈനറ്റിക് എനർജി കിട്ടും. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ താങ്ക് യു.